നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. ഉത്സവ പ്രേമികൾക്ക് നിലയ്ക്കാത്ത ആഹ്ലാദം. ആനയെഴുന്നള്ളിപ്പിന് പച്ചക്കൊടി വീശി സുപ്രീം കോടതി. കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്തു. ആനകളെ എഴുന്നള്ളിക്കുന്നത് ചരിത്ര സംസ്കാരത്തിന്റെ ഭാഗം. കേരളത്തിൽ എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കാൻ ഹൈക്കോടതി നീക്കം നടത്തുന്നു. ആനകൾ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗം. നാട്ടാനകളുടെ സർവേ നടത്തണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾക്കും സ്റ്റേ. വളർത്തുനായ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത കേസുകൾ പൂർണ്ണമായും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും അടുത്ത 3 ദിനം ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്ന് പ്രവചനം. തൃശൂരിലും മഴ ലഭിക്കും. ഇടിമിന്നലിനും സാധ്യത. അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാരിന് തികഞ്ഞ അവഗണനയെന്ന് ആരോപണം. ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സാഗരം. വെന്തുരുകുന്ന മീനച്ചൂടിലും പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്ത് പ്രവർത്തകർ. തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പേർ കണ്ണികളായി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മുഖ്യ തപാൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും വൻ ജനാവലി. JDS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടകൻ. ലഹരിവലയുടെ കരുത്തിൽ കേരളം. മനസാക്ഷി മരവിപ്പിക്കുന്ന വാർത്തകളുടെ കേന്ദ്രമായി സംസ്ഥാനം. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഞെട്ടിക്കുന്ന കണക്ക് പുറത്ത്. ലഹരിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലെന്ന് അധികൃതർ. 2024 രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത 30.8% കേസുകളും കേരളത്തിൽ. 24,517 പേരെ അറസ്റ്റ് ചെയ്തു. 2ാം സ്ഥാനത്ത് പഞ്ചാബ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം. തിരുവനന്തപുരം സ്വദേശി VA ബാലു ജോലിയിൽ പ്രവേശിച്ചില്ല. ശാരീരിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി 15 ദിവസത്തേക്ക് അവധി നീട്ടി ചോദിച്ച് അപേക്ഷ നൽകി. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം ഈ ആഴ്ച. ബാലു കഴകം ജോലിയിലേക്ക് ഇനി ഇല്ലെന്ന് റിപ്പോർട്ട്. ഗൂഗിൾ മാപ്പ് വല്ലാതെ ചതിച്ചു. ഗൂഗിളിന്റെ നിർദ്ദേശാനുസരണം കാറിൽ പാഞ്ഞ കുടുംബം പുഴയിൽ പതിച്ചു. തിരുവില്ലാമലയിലാണ് സംഭവം. മലപ്പുറം കോട്ടക്കൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ വീണത് ഗായത്രി പുഴയിലെ എഴുന്നള്ളത്ത് കടവിൽ. ഒഴിവായത് വൻ ദുരന്തം. മീനച്ചൂടിന്റെ കാഠിന്യത്തിൽ വെന്തുരുകുന്ന ജനതയ്ക്ക് ദാഹജലമൊരുക്കി മാധ്യമ പ്രവർത്തകർ. വടക്കാഞ്ചേരി നഗരത്തിൽ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. സംസ്ഥാന തലത്തിൽ ഇരട്ട പുരസ്കാരം നേടിയ നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രനെ ആദരിച്ചു. തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം ചെയർമാൻ നിർവഹിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പുരോഗമിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. കഴിഞ്ഞ മാസം 5-ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ സന്ദർശനത്തിന് ശേഷമാണ് പ്രവർത്തനത്തിന് ഗതിവേഗം വന്നത്. പുതിയ മുഖച്ഛായ അണിയുന്നു റെയിൽവേ സ്റ്റേഷൻ. കൈപ്പറമ്പ് പുറ്റേക്കര കുടിവെള്ള സമൃദ്ധിയിലേക്ക്. 4ാം വാർഡിലെ രാജീവ് ഗാന്ധി കൊള്ളന്നൂർ കുടിവെള്ള പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി പ്രവർത്തനം. ചെലവ് 22.5 ലക്ഷം രൂപ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു.